നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിച്ചില്ല. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. CPM വനിതാ നേതാവ് പാർട്ടി വിട്ടുപോയതിൽ സന്തോഷം. ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുരം വിതരണം ചെയ്ത പ്രവർത്തകർ. അഗസ്തികോട് പാറവിളയിലാണ് പ്രവർത്തകർ പായസവും ലഡുവും വിതരണം ചെയ്തത്. ഇരവിപുരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവം. പ്രധാന പ്രതി ദീപു പിടിയിൽ. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. കോട്ടയം പെരുമ്പാഴിക്കാട് സ്വദേശി സച്ചിൻ വർഗീസാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പരിചയപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പീഡിപ്പിക്കപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലുമാണ് മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു. സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സംഘത്തിന്റെ മുന്നിൽ ഹാജരാകണം, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കേരളം വിട്ടു പോകരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് ജാമ്യം. നേരത്തെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാകാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ തുടരുകയാണ്. കേസിലെ മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരരുടെ റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയെങ്കിലും തന്ത്രിയുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകുകയാണുണ്ടായത്. കഴിഞ്ഞ ദിവസം തന്ത്രിയെ SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം 28-നാണ് പരിഗണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ സമ്മേളനം നടത്തി. മണപ്പള്ളി COA ഭവനിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ VS ഉദ്ഘാടനം ചെയ്തു. वीर पदागे पार पदागे वीर पदागे पार पदागे वीर पदागे पार पदागे वीर पदागे पार पदागे വാനിലുയർന്നു പറക്കു പതാകെ വാനിലുയർന്നു പറക്കു പതാകെ വാനിലുയർന്നു പറക്കു പതാകെ വാനിലുയർന്നു പറക്കു പതാകെ വാനിലുയർന്നു പറക്കുമ്പോൾ വാനിലുയർന്നു പറക്കുമ്പോൾ വാനിലുയർന്നു പറക്കുമ്പോൾ വാനിലുയർന്നു പറക്കുമ്പോൾ ഒരേ മനസ്സാൽ ഞങ്ങൾ വിളിക്കും ഒരേ മനസ്സാൽ ഞങ്ങൾ വിളിക്കും ഒരേ മനസ്സാൽ ഞങ്ങൾ വിളിക്കും ഒരേ മനസ്സാൽ ഞങ്ങൾ വിളിക്കും COA സിന്ദാബാദ് COA സിന്ദാബാദ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ സമ്മേളനം മണപ്പള്ളി COA ഭവനിൽ സംഘടിപ്പിച്ചു. മാർച്ച് 28, 29, 30 തീയതികളിൽ തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ VS സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് N അനുപകുമാർ പതാക ഉയർത്തി. സംസ്ഥാന സമ്മേളനം 2026 മാർച്ച് 29, 30, 28, 29, 30 തീയതിയിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4, 5 തീയതിയിൽ കുണ്ട്രയിൽ വെച്ചും മേഖലാ സമ്മേളനം ജനുവരി 23 വെള്ളിയാഴ്ച കരുനാഗപ്പള്ളി COA ഭവനിൽ വെച്ചും നടത്തപ്പെടുകയാണ്. ഇതിൻ്റെ മുന്നോടിയായിട്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങ് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിക്കും. മേഖലാ വൈസ് പ്രസിഡന്റ് ബിജു G അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി സജീവ് അമ്പാടി സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി അനിത AP പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ സന്തോഷ് KS സാമ്പത്തിക റിപ്പോർട്ടും ഓഡിറ്റ് കമ്മിറ്റി അംഗം അനിൽ ശ്രുതി ഓഡിറ്റ് റിപ്പോർട്ടും COA ജില്ലാ സെക്രട്ടറി നൌഷാദ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുരളീകൃഷ്ണൻ, അനിൽ മണിമന്ദിരം, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വിനോദ് കുമാർ T, അജി G, ദൃശ്യ TV ചെയർമാൻ ശ്രീജിത്ത് S പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ജോനകപ്പുറത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയവർക്ക് അജ്ഞാത വസ്തു ലഭിച്ചു. തിമിംഗല ഛർദിയാണെന്നാണ് പ്രാഥമിക നിഗമനം. വനംവകുപ്പിന് ഇവ കൈമാറി.
കഴിഞ്ഞ 22-ന് വൈകിട്ട് 5:45 കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 29.5 കിലോമീറ്റർ അകലെ നിന്നാണ് ജോനകപുരം സ്വദേശി അശോക് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പ അമ്മ ബോട്ടിൽ പോയ തൊഴിലാളികൾക്ക് അജ്ഞാത വസ്തു ലഭിച്ചത്. വലയിടാൻ ശ്രമിക്കുന്നതിനിടെ അജ്ഞാത വസ്തു കടലിൽ ഒഴുകി നടക്കുന്നത് ഇവർ കണ്ടു. ഇത് കോരിയെടുത്ത് ബോട്ടിലേക്ക് മാറ്റി. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് തിമിംഗല ചെറുതിയാണോ എന്ന സംശയം ബലപ്പെട്ടത്. എങ്ങനെ മനസ്സിലായി തിമിംഗലത്തിന്റെ? ഇത് ഒരു ചെറിയ സംശയത്തിന്റെ പേരിലാണ് ഇത് ശർദ്ദലായിരിക്കും എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് എടുത്തത്. എത്ര കിലോളം വരും? ഒരു 4-5 കിലോയുടെ അകത്ത് വരുമെന്നാണ് സംശയം. എന്തോ ചെയ്യാനാണ് പരിപാടി? അപ്പം ഇത് ഈ ഫോറസ്റ്റുകാരും ഗവൺമെന്റിനും കൊടുത്ത് നല്ല ഇതിന്റെ ഇത് എന്താണെന്ന് നോക്കി അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നോക്കിയത്. കോടികൾ വില വരത്തില്ലേ? അത് നമുക്ക് എത്ര രൂപ എന്നൊക്കെ അറിഞ്ഞൂടാ, എത്ര കോടി എന്നൊക്കെ അറിഞ്ഞു. എന്തോ ഏത് വെള്ളമാണ് പേര്? വെള്ളം അപ്പ അമ്മയാണ്. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. എത്ര മണിക്ക് പോയത് അവിടുന്ന്? ഞങ്ങൾ ഇവിടെ നിന്ന് 2 മണിക്ക് പോയി, 2-2:30 പോയി. അവിടെ പോയി എത്തിയപ്പോൾ 5:45. കടലിൽ പൊങ്ങി കിടക്കുകയായിരുന്നു? പൊങ്ങി കിടക്കുകയാണ്, മേളിൽ പൊങ്ങി കിടക്കുക. ആദ്യത്തെ ഭാഗം ലഭിച്ചതിന് 1/2 കിലോമീറ്റർ മാറി രണ്ടാമത്തെ ഭാഗവും ഇവർക്ക് ലഭിച്ചു. അപൂർവ വസ്തുവാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തൊഴിലാളികൾ പോലീസിനെയും ഫിഷറീസിനെയും വനം വകുപ്പിനെയും അറിയിച്ചു. കഴിഞ്ഞ പുലർച്ചെ 5:45 ബോട്ട് ജോനകപ്പുറം ഭാഗത്ത് അടുപ്പിച്ച ശേഷം വനംവകുപ്പ് അധികൃതർക്ക് ഇത് കൈമാറി. കഴിഞ്ഞ 22-ന് ഉച്ചയ്ക്ക് 2:30 ബോട്ട് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ തിമിംഗല ചെറുതിക്ക് കോടികളാണ് വിലയുള്ളത്. പള്ളിത്തോട്ടം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPM വനിതാ നേതാവ് പാർട്ടി വിട്ടുപോയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് മധുര വിതരണം നടത്തി. CPM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ജയമോഹന്റെ നാട്ടിലാണ് സംഭവം. അഗസ്തികോട് പാറവിളയിലാണ് പ്രവർത്തകർ പായസവും ലഡുവും വിതരണം ചെയ്തത്. ജില്ലാ കമ്മിറ്റി അംഗം പോയി ഞങ്ങളുടെ പാർട്ടി ആ സന്തോഷ സൂചകമായി ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടിയുടെ സന്തോഷ സൂചകമായി. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു പാർട്ടി വിട്ടുപോയതിൽ പായസം വെച്ചും ലഡു വിതരണം ചെയ്തും പ്രവർത്തകർ ആഘോഷമാക്കി മാറ്റി. ഇവർ പാർട്ടി വിട്ടതറിഞ്ഞ് അഞ്ചൽ അഗസ്ത്യക്കോട് പാറവിളയിലാണ് പ്രവർത്തകർ പായസം വിതരണം ചെയ്തത്. CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ജയമോഹന്റെ നാട്ടിലാണ് സംഭവം. ഇവർ പാർട്ടി വിട്ടതിൽ സന്തോഷമുണ്ടെന്ന് പ്രാദേശിക നേതാക്കൾ പറഞ്ഞു. ഈ പാർട്ടിയിൽ തന്നെ നിന്നിട്ട് ഇപ്പൊ ഈ കാണിച്ചത് ഒട്ടും ശരിയായതല്ല. അവർ ഇത്രയും വർഷങ്ങളുണ്ട് ഈ പാർട്ടിയിൽ. ഈ പാർട്ടിയുടെ സകല ആദായങ്ങളും പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് അവർ. എന്നിട്ട് ഒറ്റ ഈ ഒരു വാർഡ് പോലും ഇപ്പം BJP ആക്കിയിട്ടാണ് അവർ പിന്തിരിഞ്ഞു പോയത്. അവർ മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ഭർത്താവിനെ മെമ്പറാക്കി. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ മോളെ മെമ്പറാക്കണമെന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ ചർച്ച നടത്തി. അത് പാർട്ടി തടയിട്ടു. അങ്ങനെ പ്രവർത്തിച്ച് ഈ വാർഡ് രൂപീകരിച്ച കാലം തൊട്ട് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ കുത്തക വാർഡായിരുന്ന ഈ വാർഡിനെ BJPയുടെ കയ്യിലേക്ക് കൊണ്ടെത്തിപ്പിച്ചത് അവരാണ്. സത്യത്തിൽ ഇന്ന് അവർ ലീഗിലേക്ക് പോയത്, മതേതരം പറഞ്ഞാലും ലീഗിലേക്ക് പോയത്, ലീഗ് ഏത് പാർട്ടിയാണ്? ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ ലീഗിലേക്ക് പോയതിൽ ഇന്ന് ഈ പാറവള വാർഡിലെ പ്രവർത്തകരും അതുപോലെ തന്നെ അഞ്ചൽ ഏരിയ കമ്മിറ്റിയിലെ പ്രവർത്തകരും അഞ്ചൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ പ്രവർത്തകരും എന്തിനാ പറയുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്ന ഒരു ദിവസമാണ്. സത്യത്തിൽ CPMന്റെ ഒരു ഒഴിയാബാധ ഒഴിഞ്ഞു പോയെന്ന് തന്നെ പറയാം. അതിന്റെ സന്തോഷ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുന്നൂർ മണ്ഡലത്തിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് പാർട്ടി വിട്ടതെന്നും അധികാരമോഹമാണ് ലീഗിൽ എത്തിച്ചതെന്നും CPM നേതാക്കൾ പറയുന്നു. നിരവധി ചുമതലകൾ പാർട്ടി ചുമതലപ്പെടുത്തിയിരുന്ന സുജാ ചന്ദ്രബാബു എന്ന് പറയുന്ന വ്യക്തി ഈ ദിവസം മുസ്ലിം ലീഗിൽ ചേർന്നു എന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി പാർട്ടി ഉത്തരവാദിത്വത്തോടുകൂടി നിരവധി ചുമതലകൾ ഏൽപ്പിച്ചിരുന്നായിരുന്നു. എന്നാൽ തികച്ചും വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് അവർ ഇതുപോലെ മുസ്ലിം ലീഗിൽ ചേർന്നായിട്ടിരിക്കുന്നത്. തുടർന്ന് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടം ലീഗിന്റെ സീറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സീറ്റിൽ ഒരു സീറ്റ് നേടിയെടുത്തുകൊണ്ട് ഇവിടെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ കളം മാറ്റി ചവിട്ടിയത് എന്നാണ് പൊതുവെ അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഇവർ പോകുന്ന ഈ വേളയിൽ ഇത്രയും നാള് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചതിന് ശേഷം ഇപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ ജനങ്ങൾ
ഇത്രയും നാള് ഒരു വിഴുപ്പ് പാണ്ഡമാണ് ഞങ്ങൾ ചുമന്നിരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയും ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ പായസം വെച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും പായസ വിതരണവും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ച് വലിയ നിലയിൽ ആഘോഷിക്കുവാൻ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളാകെ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളും മുൻകാലങ്ങളിൽ ഞങ്ങളിൽ നിന്ന് അല്പം അകന്നു നിന്നിരുന്ന ആളുകൾ പോലും തിരിച്ചു വന്ന് ഈ പ്രദേശത്ത് വലിയ നിലയിൽ ഒരു ഉത്സവ പ്രതീതിയോടുകൂടി ഇവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയത് ആഘോഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ നാട്ടിലെ പൊതുവെ ഉള്ള എല്ലാ ആളുകളും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാ ആളുകളും ഒത്തുചേർന്നിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വാർഡിൽ BJP ആണ് വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ KSRTC മൈതാനിയിലെ ഗതാഗത പരിഷ്കരണവും സുരക്ഷ ഉറപ്പാക്കലും എങ്ങും എത്തിയില്ല. ട്രാൻസ്പോർട്ട് മൈതാനിയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്ന് ഏറെ നാളായി ആവശ്യമുയരുന്നുണ്ട്. കാൽനട യാത്രികർക്ക് സുരക്ഷ ഒരുക്കാൻ നടപടികൾ എടുക്കണമെന്ന ശുപാർശയും ഫലം കണ്ടില്ല. ദേശീയപാതയും മലയോര ഹൈവേയും സംഗമിക്കുന്ന പുനലൂരിലെ KSRTC മൈതാനിയിലെ ഗതാഗത പരിഷ്കരണവും സുരക്ഷ ഉറപ്പാക്കലുമാണ് എങ്ങും എത്താത്തത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേ പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്നതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ട്രയാങ്കുലർ സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോഴും പുനലൂർ പ്രധാന മേഖലയായി മാറും. ഈ വസ്തുതകൾ കൂടി കണക്കിലെടുത്ത ട്രാൻസ്പോർട്ട് മൈതാനിയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇവിടെ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള താൽക്കാലിക ട്രാഫിക് ഐലൻഡ് ശാസ്ത്രീയമായി പരിഷ്കരിച്ച റൗണ്ട് അബൌട്ട് മാതൃകയിലാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം RTOയുടെ നേതൃത്വത്തിലുള്ള സംഘം ശുപാർശ ചെയ്തെങ്കിലും നടപടിയുണ്ടായില്ല. അപകടം പതിവാകാറുള്ള ഇവിടെ ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കുമെന്ന പ്രഖ്യാപനത്തിലും നടപടി വൈകുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് KSRTC ഡിപ്പോ കവാടത്തിൽ തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞ പശ്ചാത്തലത്തിൽ ഗതാഗത നിയന്ത്രണ സമിതി യോഗം ചേർന്ന് തീരുമാനങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചെങ്കിലും ഒന്നും തന്നെ മുന്നോട്ടു പോയില്ല. 3 മാസം മുമ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ടും നൽകിയിരുന്നു. കാൽനടയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇവിടെ സ്കൈവേ നിർമ്മിക്കാൻ 2019 നഗരസഭാ ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. നഗരത്തിൽ ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന KSRTC മൈതാനത്ത് കാൽനടയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ നടപടികളെടുക്കണമെന്ന് ശുപാർശകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതും ഫലം കണ്ടില്ല. 2021 സെപ്റ്റംബറിൽ PS സുബാലമ്മയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ശാസ്ത്രീയമായി ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിനായി വൈദ്യുതി തൂണുകൾ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ നടപടികൾ അതോടെ അവസാനിച്ചു. 2022 ജൂലൈയിൽ കളക്ടർ നിയോഗിച്ച പ്രത്യേക സമിതി സ്ഥലത്ത് ഗതാഗത പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠനം നടത്താൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നാറ്റ്പാക് അധികൃതർ ഉൾപ്പെടെ സ്ഥലം പരിശോധിച്ചു. എന്നാൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. കഴിഞ്ഞ മാസം മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. MDMAയുമായി ഒരാൾ പിടിയിൽ. വെഞ്ഞാറമൂട് സ്വദേശി ഷിബിനാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 2 ഗ്രാം MDMA പിടിച്ചെടുത്തു. കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും കൊട്ടിയം പോലീസും ചേർന്നാണ് MDMAയുമായി ഒരാളെ പിടികൂടിയത്. വെഞ്ഞാറമൂട് പാറക്കൽ റോഡിൽ ഷിബിനാണ് പോലീസിന്റെ പിടിയിലായത്. ഡാൻസ് ഓഫ് ഇൻസ്പെക്ടർ സായി സേനന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കെട്ടിട നിർമ്മാണ കരാറുകാരനായ ഇയാൾ മുഖത്തല മുരാരി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും കാറിൽ MDMAയുമായി പോകുമ്പോഴാണ് പിടിയിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 66 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ കേസിലെ പ്രധാന പ്രതി ദീപു പോലീസിന്റെ വലയിലായി. ഇരവിപുരം വഞ്ചിക്കോവിലിൽ സ്വദേശി ദീപുവാണ് പിടിയിലായത്. കേസിൽ മറ്റൊരു പ്രതി ആദർശിനെ നേരത്തെ പിടികൂടിയിരുന്നു. 66 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ കേസിൽ പ്രധാന പ്രതിയാണ് പിടിയിലായത്. വഞ്ചിക്കോവിൽ സ്വദേശി ദീപുവാണ് അറസ്റ്റിലായത്. 2 ദിവസം മുമ്പാണ് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും ഇരവിപുരം പോലീസും ചേർന്ന് 66 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടിയത്. സംഭവത്തിൽ ഇരവിപുരം വഞ്ചിക്കോവിലിൽ ഇരവിപുരം നഗർ 113 പർണശാല വീട്ടിൽ ആദർശിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ ശ്രീനഗർ 73 മേലെ ചാരുവിള തൊടിയിൽ വീട്ടിൽ ദീപു ഒളിവിൽ പോയി. തുടർന്ന് ഇരവിപുരം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത്. ദീപു ആദർശിന്റെ വീടിന്റെ മുകൾ ഭാഗം വാടകയ്ക്കെടുത്തായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. 9 മാസങ്ങൾക്ക് മുമ്പും ദീപു വാടകയ്ക്കെടുത്ത കടയിൽ നിന്ന് 50 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നവും സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നും നിരവധി ചാക്കുകളിലായി പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദീപുവിനെ അറസ്റ്റ് ചെയ്തത്. ഇരവിപുരം SHO രാജീവ്, SI രഞ്ജിത്ത്, ഡാൻസ് ഓഫ് SI സായി സേനൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ദീപുവിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ക്ഷേത്രത്തിൽ മോഷണം. കൊട്ടിയം തഴുത്തല മുരുക്കങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്ര മേൽശാന്തിയാണ് ആദ്യം മോഷണ വിവരം അറിഞ്ഞത്. കാണിക്കവഞ്ചികളിലെ പണവും അപഹരിച്ചു.
കൊട്ടിയം തഴുത്തല മുരുക്കുംകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 5-ന് നട തുറക്കാനെത്തിയ മേൽശാന്തിയാണ് ആദ്യം മോഷണ വിവരം അറിഞ്ഞത്. പ്രധാന ശ്രീകോവിലുകൾ തുറന്ന ശേഷം ഉപദേവന്റെ ക്ഷേത്രം തുറക്കാനായി ചെന്നപ്പോഴാണ് ക്ഷേത്രത്തിന്റെ കഥകളിലെ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കാര്യസ്ഥനെ വിവരം അറിയിച്ചു. അല്ല, രാവിലെ വന്ന് അമ്പലം തുറന്നിറക്കാനിട്ടത് ഞാനാണ് സാറേ, അത്ര ആണ്. അപ്പോൾ എല്ലാം ഓക്കെയാണ്, നമുക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നിയില്ല. തിരുമേനി വന്നിട്ട് ശ്രീകൃഷ്ണന്റെ അമ്പലം തുറക്കുമ്പോഴാണ് സംശയം തോന്നിയത്. അപ്പോഴാണ് വഞ്ചിയൊക്കെ ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതായിട്ട് തോന്നിയത്. ഇദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ക്ഷേത്രത്തിലെ 3 വഞ്ചികൾ കുത്തി തുറന്ന് പണം അപഹരിച്ചതായും കണ്ടു. പിന്നീട് ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിച്ചു. ഇവരെത്തി CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ സ്ക്രൂ ഡ്രൈവറുമായി ഒരാൾ നിൽക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കണ്ടു. ഏകദേശം 20,000 രൂപയോളം നഷ്ടപ്പെട്ടതായും ഇവർ പറഞ്ഞു. പൈസ മോഷണം പോയിട്ടുണ്ട്. എന്തോ സാർ? പൈസ മോഷണം പോയ പൈസ ഒരു 10-20,000 രൂപയുടെ നോട്ടുകൾ പോയിട്ടുണ്ട് എല്ലാ വഞ്ചിന്നും. ഇവിടെ അടുത്ത് കുറെ പാത്രങ്ങളെ കൊണ്ടിട്ടിരിക്കുന്നു. അത് ഏത് അമ്പലത്തിലെന്ന് അറിയില്ല സാർ, ഇവിടത്തെ അല്ല. ശ്രീകോവിലിനുള്ളിൽ മോഷ്ടാവിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റേതോ ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച വിളക്ക്, തട്ടം, ദേവന്റെ പ്രഭ എന്നിവ സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ കൊട്ടിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പരിചയപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച യുവാവാണ് ശാസ്താംകോട്ട പോലീസിന്റെ പിടിയിലായത്. കോട്ടയം പെരുമ്പായിക്കാട് സ്വദേശി സച്ചിൻ വർഗീസാണ് അറസ്റ്റിലായത്. 16-കാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കോട്ടയം ഏറ്റുമാനൂർ മാമൂട് കുമ്പളത്തിൽ വീട്ടിൽ സച്ചിൻ വർഗീസ് എബ്രഹാമാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പടിഞ്ഞാറേക്കലട സ്വദേശിയായ പെൺകുട്ടിയെ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ശാസ്താംകോട്ട പോലീസ് അറിയിച്ചു. കോട്ടയത്ത് നിന്ന് ട്രെയിൻ മാർഗം ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി രാത്രിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയായിരുന്നു പീഡനം. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ കൗൺസിലിംഗിന് വിധേയമാക്കുകയായിരുന്നു. മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളിയിലെ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 5000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ACP ഓഫീസ്, SHOയുടെ ഓഫീസ്, സ്റ്റേഷൻ ഓഫീസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് പുതിയ കെട്ടിട സമുച്ചയം. ദേശീയപാതയ്ക്ക് സമീപം നിലവിലുള്ള പോലീസ് കൺട്രോൾ സെന്ററിന് തെക്കുഭാഗത്തായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 5000 ചതുരശ്രയടി വിസ്തൃതിയിൽ 2 നിലകളിലായാണ് നിർമ്മാണം. കെട്ടിടത്തിന്റെ താഴത്തെ നില പൂർണ്ണമായും സ്റ്റേഷൻ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. SHOയുടെ കാര്യാലയം, SIമാരുടെ ഓഫീസുകൾ, വയർലെസ് സംവിധാനം, കമ്പ്യൂട്ടർ റൂമുകൾ ഉൾപ്പെടെയുള്ളവയെല്ലാം ഇവിടെയാകും പ്രവർത്തിക്കുക. ACP ഓഫീസ് ഉൾപ്പെടെ 1ാം നിലയിലാണ് പ്രവർത്തിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനായി 1.85 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. നിലവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ജനമൈത്രി സ്റ്റേഷൻ കെട്ടിടം തുടർന്നും പോലീസ് സ്റ്റേഷന്റെ ഭാഗമായി പ്രവർത്തിക്കും. ശനിയാഴ്ച രാവിലെ 11-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ KN ബാലഗോപാൽ, J ചിഞ്ചുറാണി, ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ നഗരസഭാ ശ്മശാനത്തിൽ കോടികൾ മുടക്കി മുൻപ് നടത്തിയിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ്. 2018-ൽ 1 കോടി രൂപ മുടക്കി ശ്മശാനം നവീകരിച്ചിരുന്നു. 23-ൽ നവീകരണത്തിന് വീണ്ടും 9 ലക്ഷം മുടക്കി. എന്നിട്ടും 2 വർഷമായി ശ്മശാനം അടച്ചിട്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് C വിജയകുമാർ കുറ്റപ്പെടുത്തി. നഗരസഭാ ശ്മശാനത്തിൽ കോടികൾ മുടക്കി മുമ്പ് നടത്തിയിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കോൺഗ്രസ് അന്വേഷണം ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് C വിജയകുമാറാണ് നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടത്. 2018-ൽ 1 കോടി രൂപ മുടക്കി ശ്മശാനം നവീകരിച്ചു. 2023-ൽ നഗരസഭ 9 ലക്ഷം രൂപ കൂടി മുടക്കി വീണ്ടും നവീകരണം നടത്തി. നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തിയ കമ്പനിയെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തണം. ഈ കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം. വലിയ ക്രമക്കേടുകളും അഴിമതി ആരോപണങ്ങളും ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ധനകാര്യ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം എന്തായി എന്നുകൂടി നഗരസഭാ അധികൃതർ വെളിപ്പെടുത്തണം. കോടികൾ മുടക്കി സജ്ജമാക്കിയ ആധുനിക ശ്മശാനത്തിന്റെ പേരിൽ കോടികൾ നഷ്ടമായത് നഗരസഭാ അധികാരികളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണെന്നും വിജയകുമാർ ആരോപിച്ചു. പുനലൂർ നഗരസഭാ കൗൺസിലിന്റെ കഴിഞ്ഞ ദിവസത്തെ തീരുമാനം ആധുനിക ശ്മശാനം 2 മാസത്തിനുള്ളിൽ പുതുക്കിപ്പണിയും എന്ന തീരുമാനത്തെ അഭിനന്ദിക്കുക. പക്ഷേ അതിനോടൊപ്പം കഴിഞ്ഞ 1.5 വർഷക്കാലത്തിലേറെയായി അടച്ചിട്ടിരുന്ന ശ്മശാനത്തെക്കുറിച്ച് അതിനാധാരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുക. 2018-ൽ 1 കോടി രൂപ മുടക്കി പുനരുദ്ധാരണം നടത്തിയ ആധുനിക ശ്മശാനം പിന്നീട് കഴിഞ്ഞ 2023-ൽ ഏതാണ്ട് 9,70,000 രൂപ മുടക്കി വീണ്ടും പുനരുദ്ധാരണം നടത്തിയ ശ്മശാനം. ഈ തുക മുഴുവൻ പുനലൂർ നഗരവാസികളുടെ തുകയാണ്. ഈ 2 പുനരുദ്ധാരണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുണ്ടായ പുനരുദ്ധാരണ പ്രവൃത്തികളെ കുറിച്ച് അന്വേഷിക്കണം. ബന്ധപ്പെട്ട കമ്പനികളെ കുറിച്ച് അന്വേഷിക്കണം. ഈ കമ്പനികൾ
അവര് യഥാവിധി ഇത് പുനരുദ്ധാരണം നടത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ നിർമ്മാണ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാകാത്ത കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും വേണം. ഇപ്പൊ ആധുനിക ശ്മശാനം 1.5 വർഷക്കാലമായി അടഞ്ഞു കിടക്കുന്നു. പുനലൂർ നഗരവാസികൾ അടക്കമുള്ള ആളുകൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത നിലയിൽ, ഒരു ഉപകാരപ്രദമല്ലാത്ത നിലയിലുള്ള ശ്മശാനമാണ് ഇപ്പൊ പുതുക്കി പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപ മുടക്കി പുനരുദ്ധാരണം നടത്താമെന്നിരിക്കെ കഴിഞ്ഞ 2 വർഷമായി ആധുനിക ശ്മശാനം അടച്ചിട്ടതിന്റെ ഉത്തരവാദിത്തം കൂടി നഗരസഭാ അധികൃതർ ഏറ്റെടുക്കണമെന്നും സി വിജയകുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിച്ചില്ല. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. CPM വനിതാ നേതാവ് പാർട്ടി വിട്ടുപോയതിൽ സന്തോഷം. ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുരം വിതരണം ചെയ്ത പ്രവർത്തകർ. അഗസ്തികോട് പാറവിളയിലാണ് പ്രവർത്തകർ പായസവും ലഡുവും വിതരണം ചെയ്തത്. ഇരവിപുരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവം. പ്രധാന പ്രതി ദീപു പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. കോട്ടയം പെരുമ്പാഴിക്കാട് സ്വദേശി സച്ചിൻ വർഗീസാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പരിചയപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പീഡിപ്പിക്കപ്പെട്ടത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.